നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനെന്തോ മാനം കെട്ട കാര്യം ചെയ്തെന്ന ധ്വനിയിലാണല്ലോ നിന്റെ ഈ സംസാരം മൊത്തം. ഡേ, പിസ്റ്റൾ ഇപ്പോഴും എന്റെ ഡ്രോയിലെ ഭദ്രമായി ഇരിപ്പുണ്ട്. ചൂണ്ടേണ്ട തല ആരുടേതാണെന്ന് നിന്റെ സംസാരത്തിന് ശേഷം ഞാൻ തീരുമാനിക്കാം. ശരി, എന്നാ പറഞ്ഞേക്കാം. പ്രീതിയെ DNA ടെസ്റ്റിന് കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ സത്യഭാമയ്ക്ക്? DNA ടെസ്റ്റോ? എന്താ സത്യഭാമേ ഇക്കാര്യം ആദ്യമായിട്ട് അറിയുന്ന പോലെ? അന്ന് നീ ഉണ്ടായിരുന്നല്ലോ ഹോസ്പിറ്റലില്. കണ്ടോ ആന്റി, അന്നേ ഞാൻ പറഞ്ഞതല്ലേ പ്രീതിയെ ശാലിനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് DNA ടെസ്റ്റിനാണെന്ന്. നോർമൽ ചെക്കപ്പിനാ കൊണ്ടുപോയതെന്ന് ആന്റിയെ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു. ചതിച്ചത് ഈ ശാലിനി ആന്റി. എന്താ ശാലിനി ഇതിനിടയിൽ ഒരു കള്ളക്കളി? പ്രീതിക്ക് DNA ടെസ്റ്റ് നടത്തുമെന്ന ഉപാധിയിലല്ലേ അവളെ ഞാൻ വീട്ടിൽ കയറ്റാൻ തയ്യാറായത്? ആ ഉപാധിയുടെ കാര്യവും ടെസ്റ്റ് നടത്തിയ കാര്യമൊന്നും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലേ? ശാലിനി, അമ്മ അതെന്താന്ന് വെച്ചാലേ ഞാൻ മിണ്ടരുത് നീ. പ്രീതിക്ക് DNA ടെസ്റ്റ് നടത്തിയെന്നുള്ളത് സത്യമാണോ? എടി, സത്യമാണോന്ന്? വിടാൻ. നിങ്ങൾ എന്തായി കാട്ടിയത്? അമ്മ, ദയവേത് അമ്മ ഇതിൽ ഇടപെടരുത്. മോള് ശാരദാമ്മേ, നിങ്ങളുടെ മകള് കാണിച്ച അതിബുദ്ധിക്കുള്ള സമ്മാനം ഇപ്പൊ കൊടുത്തത്. സത്യഭാമയുടെയും കുടുംബത്തിന്റെയും മാനം മറ്റുള്ളവർക്ക് മുന്നിൽ വലിച്ചു കയറിയതിന്. നിങ്ങളുടെ കുടുംബത്തിന്റെ മാനം നിങ്ങൾക്ക് പ്രധാനമാണല്ലേ? എന്റെ കുടുംബത്തിന്റെ മാനം പോകാതിരിക്കാനാ ഞാൻ എന്റെ മകനെയും കൊണ്ട് പോകുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്തേ പറയുന്നതെന്ന്. ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ മകളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്റെ മകന്റെ അല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.